ഇന്ന് നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു പ്രിൻസിപ്പിൾസ് ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നോട്ട് വന്നിട്ടുള്ളത്. യെസ്, വൺ ടൈം ഡെന്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, എ കൺസെപ്റ്റ് ഓഫ് വൺ ടൈം ഡെന്റിസ്റ്റ്. അപ്പോൾ എൻ്റെ വീഡിയോ ശ്രദ്ധാപൂർവം കേൾക്കണമല്ലോ. 4 വീഡിയോസ് ഉണ്ടാവും. ദിസ് ഈസ് നമ്പർ 1. അത് ഓർഡർ പ്രകാരം കേൾക്കുമ്പോഴേ ഈ വൺ ടൈം ഡെന്റിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ഈസ് നമ്പർ 1 വീഡിയോ. യെസ്, വീഡിയോ നമ്പർ 1, കൺസെപ്റ്റ് ഓഫ് വൺ ടൈം ഡെന്റിസ്റ്റ്. ഇവിടെ ഞാൻ ആദ്യം വേർതിരിക്കുന്നത് നമ്മുടെ പല്ലിൻ്റെ കാലയളവിൻ്റെ 4 സ്റ്റേജാണ്. ഒന്ന് കുട്ടിക്കാലം, അതിനെ പ്രീമെച്യൂർ എന്ന് ഞാൻ പറയുന്നു. രണ്ടാമത്തതാണ് പല്ല് മുളച്ചു വരുന്ന ടൈം, അതിനെ പ്രോഗ്രസീവ് ഡെന്റേഷൻ എന്ന് പറയുന്നു. മൂന്നാമത്തത് മുളച്ച് കഴിഞ്ഞ പല്ല്, നമ്മളവരെ യുവാക്കൾ എന്ന് പറയാം, എന്നാൽ യുവാക്കളായിട്ടുണ്ടാവില്ല, അതിന് മെച്യൂർ ടൂത്ത് എന്ന് പറയുന്നു. നാലാമത്തത് പൂർണ്ണ വളർച്ചയെത്തിയ പല്ല്, അതിന് ഫുള്ളി മെച്യൂർഡ് ടൂത്ത് എന്ന് പറയുന്നു. അഞ്ചാമത്തത് നഷ്ടപ്പെടാൻ, ശരീരം വയസ്സാവുന്ന പോലെ പല്ലിനും വയസ്സായി അത് നഷ്ടപ്പെടുന്ന ലക്ഷണങ്ങൾ കാണിക്കുന്ന പല്ല്, അതിനെ നമ്മൾ ലേറ്റ് ഡെന്റേഷൻ എന്ന് പറയുന്നു. ഈ 5 കാറ്റഗറി മനസ്സിലാക്കണമെങ്കിൽ മാത്രമേ ഈ കൺസെപ്റ്റ് ഓഫ് വൺ ടൈം ഡെന്റിസ്റ്റ് എന്ന് പറയുന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലാവൂ, ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവൂ. അപ്പോ ഗോ ഫോർ എ വാക്ക്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു കഥ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ഒരു ടൂറിന് പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പുറത്ത് പോവുകയാണ്, നമ്മളൊരു എക്സിബിഷന് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ടൂറിന് പോവുകയാണ്, പുതിയൊരു സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് പോകുന്നു എന്ന് വിചാരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് മുൻകാല യാത്രാ അനുഭവം ഉള്ളവർക്ക് ആ നിലവിലുള്ള ആ ട്രിപ്പ് ഇറ്റ് വിൽ ബി മോർ ഈസി, വളരെ എളുപ്പത്തിൽ തോന്നും. ഇതിനെ നമുക്ക് ഡെന്റൽ കാറ്റഗറിയിൽ നമുക്കിതിനെ ഹെറിഡിറ്ററി ഫാക്ടർ എന്ന് പറയാം, പാരമ്പര്യമായ ഫാക്ടർ എന്ന് പറയാം. രണ്ടാമത്തത് ഈ യാത്രയിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് അനുഭവിച്ചറിയുന്നവർക്കേ അറിയുന്നുള്ളൂ. അത് നമ്മൾ അനുഭവം അഥവാ എക്സ്പീരിയൻസ് എന്ന് പറയാം. ഇത് തന്നെ നമ്മൾ ഡെന്റൽ ട്രീറ്റ്മെന്റിലെ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത ഡെന്റിസ്റ്റുകൾക്കാണ് ഈ വൺ ടൈം ഡെന്റിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടുതൽ എഫക്റ്റീവ്. മൂന്നാമത്തതാണ് ഈ യാത്രയിൽ എന്ത് ചെയ്യരുത്. നമ്മൾക്കറിയില്ലേ, ബസ്സിനകത്ത് കയ്യും കാലും പുറത്തിടരുത്, കൂടുതൽ അപകടം സ്ഥലത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, വെള്ളത്തിൽ ഇറങ്ങരുത്, യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കേൾക്കുന്ന സമയം. അപ്പൊ എന്ത് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യരുത്, അതിനെയാണ് നമ്മൾ വിസ്ഡം എന്ന് പറയുന്നത്. ഇനി നാലാമത്തത്, പല യാത്ര ചെയ്തു, ഒരേ യാത്ര ചെയ്തു, വീണ്ടും യാത്രയിൽ ഹാബിറ്റായ ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു ടൂർ പേഴ്സൺ ഒരു യാത്ര കഴിയുന്നു, അടുത്ത യാത്ര ചെയ്യുന്നു, ആ യാത്ര കഴിയുന്നു, അടുത്ത യാത്ര കഴിയുന്നു, കേരളം, വിദേശം, ഇന്റർനാഷണൽ, അങ്ങനെ യാത്ര ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി യാത്രയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, എക്സ്പെർട്ടൈസ് ആയിട്ടുണ്ടാവും. അതേപോലെ വർഷങ്ങളോളം, എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 40 വർഷത്തോളം ഈ കാലയളവിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഫീൽഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അറിവ്, ബുക്കിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അറിവ്, പേഷ്യൻസിലേക്ക് കിട്ടിയിരിക്കുന്ന അറിവ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത്. എക്സ്പെർട്ടൈസ് നെവർ ഗെറ്റ് ബൈ റീഡിങ്, ഓൺലി ഗെറ്റ് ബൈ എക്സ്പീരിയൻസ്. കോൺസ്റ്റന്റ് എക്സ്പീരിയൻസിലൂടെ മാത്രമേ എന്ത് കിട്ടുള്ളൂ, എക്സ്പെർട്ടൈസ് കിട്ടുള്ളൂ. അഞ്ചാമത്തതാണ് യാത്ര ചെയ്യുന്ന സ്ഥലം. ഇപ്പൊ നമ്മളൊരു സ്ഥലത്തോട്ട് യാത്ര ചെയ്യുന്നു, ആ യാത്ര ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ചൊരു അറിവ്, ആ അറിവ് എന്ന് പറയുന്നത് അതിന് നമുക്ക് ഡെന്റിസ്ട്രിയിൽ നമ്മൾ ജെനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയാം. ഇതിന് പാരമ്പര്യം എന്നതിനൂടെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ജെനറ്റിക്കലി ഫാമിലിയിൽ മറ്റാർക്കും ഉണ്ടാവില്ല, പക്ഷെ ആ വ്യക്തിയിൽ ജെനറ്റിക്കലായിട്ട് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് മനസ്സിലാക്കാനുള്ള എക്സ്പെർട്ടൈസിനെയാണ് നമ്മൾ 5ാമത്തെ കാറ്റഗറി ആയിട്ട് തരംതിരിക്കുന്നത്. അപ്പോ എന്താണ് വൺ ടൈം ഡെന്റിസ്റ്റ്? യെസ്, എന്താണ് വൺ ടൈം ഡെന്റിസ്റ്റ്? വൺ ടൈം ഡെന്റിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ യു സേവ് ഹെൽത്ത്, നിങ്ങൾ ഡെന്റൽ ആരോഗ്യം
പൂർണ്ണമായിട്ടും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും വിത്ത് 1 or 2 അപ്പോയിൻമെന്റ്സ്. രണ്ടാമത്തത് യു സേവ് മണി. നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് നൗഡേയ്സ് ഇൻ ഡെന്റൽ ട്രീറ്റ്മെന്റ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചെലവേറിയ ചികിത്സാ രൂപങ്ങളാണ് ഡെന്റലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ പല്ലിനെ സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ക്യാഷും സമയവും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. മൂന്നാമത്തതാണ് യു ആർ കോൺസ്റ്റന്റ്ലി സീയിങ് യുവർ ഹെൽത്ത് ത്രൂ ഡെന്റിസ്ട്രി. പല്ല് ഒരു കണ്ണാടിയായിട്ട് കാണുവാണെങ്കിൽ അതിനെ ഒരു കണ്ണാടിയിലോട്ട് കൂടെ നമ്മൾ വെറൈറ്റി നോക്കുന്ന പോലെ നമ്മൾ ഹെൽത്തിനെ നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളെ ശരീരത്തിനെയും നിങ്ങളെ ആരോഗ്യത്തെയും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, 10,000-കണക്കിന് അസുഖങ്ങളുടെ ഓറൽ മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. ആർക്കൊക്കെ അറിയാം 5 വർഷം മുമ്പ് ഒരു വ്യക്തിക്ക് ഷുഗർ വരുമെന്ന് വായിലറിയാൻ സാധിക്കുമെന്നുള്ളത്? അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഷുഗർ വരാൻ സാധ്യതയുള്ള ഒരു പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുൻകരുതലെടുക്കാൻ സാധിക്കണം. എനിക്ക് എന്തെല്ലാം ശ്രദ്ധിക്കണം? എനിക്ക് ഷുഗർ ട്രീറ്റ്മെന്റിനെ ഫേസ് ചെയ്യാൻ, ഷുഗർ ഒരു പോസിബിലിറ്റീസ് ആണ്, ആ സാധ്യത എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല, പക്ഷേ ഐ ക്യാൻ പ്രിപ്പയർ ഫോർ ദാറ്റ് എന്ന ഔട്ട്ലുക്കിലൂടെ ഒരു കണ്ണാടിയിലൂടെ നമ്മുടെ ശരീരത്തിനെ കാണാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് വീഡിയോ 1. അപ്പോൾ താങ്ക് യു ഫോർ ഒബ്സർവിങ് മൈ നമ്പർ 1 വീഡിയോ ഇൻ 1 time dentist. Thank you all. I'm Dr. Ali.